കോതമംഗലത്ത് 23കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനമുണ്ടായേക്കും. അതേസമയം കേസ് അന്വേഷണത്തിനായി മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. TTI വിദ്യാർത്ഥിനിയായിരുന്ന 23കാരിയെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലിക്ക് പോയ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. യുവതിയുടെ ആൺസുഹൃത്തായ റമീസും കുടുംബവും മതം മാറാൻ തന്നെ നിർബന്ധിച്ചുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. തന്റെ സഹോദരിയെ റമീസിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ യുവതിയുടെ സഹോദരനും ഉന്നയിച്ചിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയാണ് കോതമംഗലം പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. റമീസും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരുന്നു നടപടി. റമീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം കേസ് അന്വേഷണത്തിനായി 10 അംഗ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. കുട്ടമ്പുഴ ബിനാനിപുരം SHOമാർ ഉൾപ്പെടുന്ന സംഘത്തിന് മൂവാറ്റുപുഴ DYSPയാണ് നേതൃത്വം നൽകുക. കൈരളി ന്യൂസ്, കൊച്ചി.